നമ്മൾ ഒരു ബ്രൈഡൽ സാരിയാണ് പ്രീപ്ലീറ്റ് ചെയ്ത് ബോക്സ് ഫോൾഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സാധാരണ സാരികളിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ട് ബ്രൈഡൽ സാരീസ് ചെയ്യുമ്പോൾ ഞാൻ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. നമ്മൾ ഡയറക്റ്റ്ലി ബോക്സ് നടക്കുന്ന സാരികളാണെങ്കിൽ ഇതുപോലെ വിസിബിൾ ആയിട്ടുള്ള മടക്കുകൾ, സാരിയുടെ മൊത്തത്തിൽ നിറയെ മടക്കുകൾ ഇതുപോലെ ഉണ്ടാവും. ആ ഓരോ മടക്കിനെയും നന്നായിട്ട് സ്റ്റീം ചെയ്ത് ഓരോ ലൈൻസിനെയും ക്ലിയർ ആയിട്ട് എടുക്കണം. സാരി ഏകദേശം ഇതുപോലെ കണ്ടോ, ഒരു മടക്ക് പോലും ഇല്ലാതെ നല്ല നീറ്റായിട്ട് കിട്ടും. അതുപോലെ ബ്രൈഡൽ സാരീസ് കിട്ടുമ്പോൾ നോക്കേണ്ട ഒരു കാര്യമാണ്, ഇതുപോലെ ബാക്ക് സൈഡ്സിൽ ടാഗ്സ് ഉണ്ടോ എന്ന് നോക്കുക. ടാഗോ സ്റ്റിക്കേഴ്സോ ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്ത് കളയാൻ മറക്കരുത്. ചിലപ്പോൾ ചെറിയ സ്റ്റേപ്പിൾ പിൻസ് ഉണ്ടാവും. ഇതൊക്കെ ഉണ്ടെങ്കിൽ റിമൂവ് ചെയ്തിട്ട് ചെയ്യുക. ഇനി നമ്മുടെ മെഷർമെൻറ്റ്സ് അനുസരിച്ചിട്ട് ഓരോ പ്ലീറ്റും നീറ്റായിട്ട് കെയർഫുള്ളായിട്ട് പ്രീപ്ലീറ്റ് ചെയ്ത് സെറ്റാക്കി എടുക്കും. ഇപ്പം നമ്മൾ ബോക്സ് ഫോൾഡിങ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിനെ പാക്ക് ചെയ്യണം. ആദ്യം ഒരു പോളിത്തീൻ ബാഗിൽ പാക്ക് ചെയ്ത ശേഷം ബ്രൈഡൽ ബോക്സിലേക്ക് നമ്മൾ ഇതിനെ പാക്ക് ചെയ്തെടുക്കും. ഓക്കെ, ഇത് നമ്മുടെ ഒരു എക്സ്ക്ലൂസീവ് പാക്കേജിംഗ് ആണ്, സ്പെഷ്യലി ഫോർ ബ്രൈഡൽ സാരീസ്. ബ്രൈഡൽ സാരീസ് ബോക്സ് ഫോൾഡ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ ഇതിനിങ്ങനെ ട്രാവലിലൊരു പ്രശ്നം പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ഒരു ബോക്സിലേക്ക് നമ്മൾ പാക്ക് ചെയ്യുന്നത്. സോ നമുക്കിത് ടെൻഷൻ ഫ്രീ ആയിട്ട് ഷിപ്പ് ചെയ്യാം. മാത്രമല്ല ബ്രൈഡ്സിന് കിട്ടുമ്പോൾ ഒരു ഫ്രഷ്ലി ഡ്രേപ്ഡ് ലുക്ക് കിട്ടുകയും ചെയ്യും.